Module 6 environmental impact assessment ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് പ്രൊസീജിയർ, സ്ക്രീനിങ്, സ്കോപ്പിംഗ് ഒക്കെ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റോൾ ഓഫ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എങ്ങനെയാണ് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ എന്താണ് നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്നു. ആ നാച്ചുറൽ റിസോഴ്സസ് നമ്മുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്ത് ബാക്കിയുള്ളത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ലെഫ്റ്റ് ഔട്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ജസ്റ്റ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡീസ് എങ്ങനെയാണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിലിറ്റി, ഒരു എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ റോൾ ഓഫ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. So it is possible to have development without destroying the environment. This requires a gradual shift from uncontrolled exploitation to efficient management of natural resources. So, for example, നമ്മൾ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാണ്, മിനറൽ വാട്ടറിന്റെ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം മിനറൽ വാട്ടറിന്റെ ഫാക്ടറി ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. ആ വാട്ടർ എവിടെ നിന്നായിരിക്കും? ചിലപ്പോൾ നമ്മൾ അവിടെ വലിയ 2-3 ബോർവെൽസ് ഡിഗ് ചെയ്ത് ആ ബോർവെല്ലിൽ നിന്നായിരിക്കും നമ്മൾ വാട്ടർ എടുക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് യൂസ് എക്സ്പോഷർ ഓഫ് വാട്ടർ ഫ്രം ദാറ്റ് റീജിയൻ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ വാട്ടർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ ലെവല് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് അണ്ടർഗ്രൗണ്ട് വാട്ടർ റിസോഴ്സ് എന്ത് ചെയ്യണം? റീചാർജ്ഡ് ആകണം. നമുക്കറിയാം നമുക്ക് 365 ഡേയ്സിലും മഴയില്ല. നമുക്ക് റെയിനി സീസൺ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ സമയമുണ്ട്, കുറച്ച് മാസങ്ങളുണ്ട് റെയിനി സീസൺ എന്ന് പറഞ്ഞു. ആ മാസങ്ങളിൽ മാത്രമേ റെയിൻ ഉണ്ടാകുള്ളൂ. ആ മാസമാണ് എന്ത് ചെയ്യുന്നത്? അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിൾ റീചാർജ് ആവുന്നത്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിൾ റീചാർജ് ആകാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ അവിടെ നിന്ന് ഒരു നാച്ചുറൽ റിസോഴ്സ്, അതായത് ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്. ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ ലെവല് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. ഒരുപാട് ഡിക്രീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിൾ റീചാർജ് ആകില്ല. അപ്പോൾ റീചാർജ് ആകാതിരുന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി അവിടെ എന്താണ് ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഒരുപാട് താന്നു പോകും. പിന്നെ അവിടെ നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ റിസോഴ്സ് അവൈലബിൾ ആകാത്ത ഒരു സ്ഥിതിയിലേക്കും എത്തിച്ചേരാറുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു നാച്ചുറൽ റിസോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും ആ നാച്ചുറൽ റിസോഴ്സ് അത് പഴയ രീതിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരുപാട് ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ അത് നാച്ചുറൽ റീചാർജ് ആകാൻ പറ്റുന്ന രീതിയിൽ വേണം ഒരു നാച്ചുറൽ റിസോഴ്സ് യൂസ് ചെയ്യാനായിട്ട്. സോ അതാണ് പറയുന്നത് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. സെക്കൻഡ് പോയിന്റ്, only those technological development with minimum environmental hazard should be adopted in order to sustain environment for future generation. So technological development with minimum environmental hazards. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ടെക്നോളജീസ് അല്ലെങ്കിൽ വേസ്റ്റ് ജനറേഷൻ മെത്തേഡ്സ്, ആ വേസ്റ്റ് ജനറേഷൻസ് ഒക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക ബൈ യൂസിങ് പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് to sustain the environment for future generation. So sustainable development. For sustainable development mainly 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. Sustainable development, social, economic and environmental. So next, role of EIA in sustainable development. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് sustainable development is closely linked to the carrying capacity of an ecosystem as the later determines the limit to economic development. So carrying capacity of a specific ecosystem is the maximum rate of resource consumption that can be sustained definitely
that specific area and overexploitation of natural resource above this maximum will lead to the depletion and ecological degradation. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇപ്പൊ നമ്മളൊരു നാച്ചുറൽ റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ നാച്ചുറൽ റിസോഴ്സ് പഴയ രീതിയിലേക്ക് ആകാൻ പറ്റുന്ന ഒരു മിനിമം ടൈം നമ്മൾ കൊടുത്തിട്ട് വേണം വീണ്ടും യൂസ് ചെയ്യാനായിട്ട്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ വിൽ ലീഡ് ടു ഡിപ്ലീഷൻ ആസ് വെൽ ആസ് എക്കോളജിക്കൽ ഡീഗ്രഡേഷൻ. അവിടുത്തെ എക്കോസിസ്റ്റത്തിനെ തന്നെ അത് ഹാം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ക്യാരിങ് കപ്പാസിറ്റി. സോ ക്യാരിങ് കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു പെർട്ടിക്കുലർ റീജിയൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഏരിയയിൽ നാച്ചുറലായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതാണ് ആ ക്യാരിങ് കപ്പാസിറ്റി കൊണ്ട് മെയിൻ ചെയ്യുന്നത്. So carrying capacity based planning ensures sustainable development. Environmental impact assessment could form a major instrument in decision making and for measurement of sustainability in the context of regional carrying capacity, provided the conceptual framework is extended to cumulative assessment of developmental policies, plans, projects on a regional basis. So ഒരു environmental impact assessment study ആണ് എന്താണ് ആ ഒരു പ്രോജക്റ്റിന്റെ പ്രപ്പോസൽ, ആ പ്രോജക്റ്റ് അതേ കണക്കിന് നമ്മൾ മുന്നോട്ട് പോകണോ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ എൻവയോൺമെന്റ് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാകുമോ, അങ്ങനെയുള്ള സ്റ്റഡീസ് എല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ നമ്മളൊരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണം. സോ നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സൊസൈറ്റി, എൻവയോൺമെന്റ് ആൻഡ് എക്കോണമി. So next one, guidelines proponents. അപ്പോ ഒരു ഫാക്ടറി എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്? ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്, MOEF എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് has prepared environmental guidelines to help the project proponent to work out an EIA. അപ്പോൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് നമുക്ക് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡിക്കുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. So the guidelines bring out a specific information required for environmental clearance. അപ്പോൾ നമ്മളൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് EIA, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡിയുടെ ഗൈഡ് ലൈൻസ് തരുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് forest to bring out a specific information required for environmental clearance. So the guidelines basically consist of aspects regarding planning and implementation of development projects. The majority of projects in India which requires EIA. അപ്പോൾ ഇന്ത്യയിലെ ഏതൊക്കെ പ്രോജക്ട്സിനാണ് EIA കമ്പൽസറി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, അതുകണക്കിന് റിവർ വാലി പ്രോജക്ട്സ്, തെർമൽ പവർ പ്ലാന്റ്സ്. അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, റിവർ വാലി പ്രോജക്ട്സ്, തെർമൽ പവർ പ്ലാന്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോജക്ട്സിനൊക്കെ കമ്പൽസറി ആയിട്ടും എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തിയാണ് ആ പ്രോജക്റ്റിന് അപ്രൂവ്. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അസസ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ്. So the guidelines for project proponents. So the critical issues focused in these guidelines are about Ministry of Environment and Forest ആണ് നമുക്ക് environmental impact assessment ന്റെ ഗൈഡ്ലൈൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അക്സസ് ചെയ്യണമെന്ന് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. ഈ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് അസസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, can the local environment cope with the additional waste and pollution that the project will produce? നമുക്കറിയാം ഇപ്പൊ ഏതൊരു കമ്പനി അല്ലെങ്കിൽ ഏതൊരു പുതിയ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്താലും അതിനകത്തുനിന്ന് എന്ത് ചെയ്യും? വേസ്റ്റ് ജനറേറ്റ് ചെയ്യും, അത് കണക്കിന് പൊല്യൂഷൻ വരും. അപ്പോൾ അത് ആ ഒരു എൻവയോൺമെന്റ് താങ്ങാൻ പറ്റുമോ? അതാണ് ഫസ്റ്റ് നടത്തുന്ന സ്റ്റഡി. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ് പൊല്യൂഷൻ. അപ്പോൾ ഒരു പുതിയ എൻവയോൺമെന്റ് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ നിയർ ബൈ സറൗണ്ടിങ് ഏരിയാസിൽ അത് ഡെവലപ്പ് ചെയ്യുന്ന പൊല്യൂഷൻ കോപ്പപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്റ്റഡിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത്. Will the project location conflict with the nearby land use or preclude later development in surrounding areas? അപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നിയർ ബൈ ഏരിയാസിന്റെ ഡെവലപ്മെന്റിനെ അത് എഫക്ട് ചെയ്യുമോ ഇല്ലയോ? സോ അതാണ് സെക്കൻഡ് സ്റ്റഡി.
Third പറയുന്നത്, can the project operate safely without serious risk of accidents or long-term health hazards? So third point, can the project operate safely without serious risk of accidents or long-term health hazards? അപ്പോൾ ഇനി അടുത്ത how will the project affect economics based on natural resources? So how the project will affect economic activities that are based on natural resources. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, is there sufficient infrastructure to support the project? അപ്പോൾ ആ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സഫീഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഉണ്ടോ? ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കമ്പനിക്ക് വേണ്ട റോ മെറ്റീരിയൽസ് അത് കണക്ക് തന്നെ അതൊക്കെ നിയർ ബൈ സോഴ്സിൽ അവൈലബിൾ ആണോ? അല്ലെങ്കിൽ ഒരു കമ്പനി എന്തായാലും നമ്മളൊരു ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാകണം. അപ്പോൾ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറച്ച് എൻവയോൺമെന്റൽ ഡാമേജസ് ഉണ്ടാകും. അതിനുശേഷം ആ ബിൽഡിംഗ് ആ കമ്പനി തുടർച്ചയായിട്ട് റൺ ചെയ്ത് പോകുമോ, അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങൾ നിർത്തി പോകേണ്ടി വരുമോ, അങ്ങനെയുള്ള കുറച്ച് സ്റ്റഡീസും കൂടി ഇതിന്റെ കൂടെ നടത്താറുണ്ട്. How much resource will the project consume and adequate supply of this resource available? How much resources? അപ്പോൾ റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ റിസോഴ്സസ് ആണ് കൂടുതലും നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്. How much natural resources will the project consume and adequate supply of these resources available? നെക്സ്റ്റ് പറയുന്നതാണ്, what kind of human resource will it require or replace, and what will its social impact in short term or long term run? So what type of human resources will it require? ഇപ്പോൾ ഏതൊരു കമ്പനി ആണെങ്കിലും അതിനകത്ത് കുറെയൊക്കെ എന്ത് ചെയ്യണം, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാകണം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, റോബോട്ട്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ വെച്ചൊക്കെ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ സോഷ്യൽ ഇമ്പാക്ട്സ്, അതുകൊണ്ടുണ്ടാകുന്ന സോഷ്യൽ ഇമ്പാക്ട്സ് ഇൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം റൺ. So next പറയുന്നതാണ്, what damage will it cause to the national or regional assets such as natural resources, tourist areas or historic or cultural sites, etc. അപ്പോൾ ഈ ഒരു ഫാക്ടറി അല്ലെങ്കിൽ നമ്മുടെ പുതിയ പ്രോജക്റ്റ് കൊണ്ട് എന്തൊക്കെ എഫക്ട്സ് ഉണ്ടാകാം, അഡ്വേഴ്സ് എഫക്ട്സ് ഇൻ നാച്ചുറൽ റിസോഴ്സസ്, ഇൻ ടൂറിസ്റ്റ് ഏരിയാസ്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഏരിയക്ക് സൈഡിലാണ്, അടുത്താണ് നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസിന് അടുത്താണ് നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ അത് എന്തുമാത്രം അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് അത് കോസ് ചെയ്യുന്നത്, അതിനെ കോപ്പപ്പ് ചെയ്യാനുള്ള റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻവയോൺമെന്റൽ ഓഡിറ്റ് ആണ്. എൻവയോൺമെന്റൽ ഓഡിറ്റ്. അപ്പോൾ നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡിയുടെ പ്രൊസീജിയർ പറഞ്ഞിരുന്നു. ആ പ്രൊസീജിയറിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് സ്ക്രീനിങ് ആണ്. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ പ്രൊസീജിയർ പറഞ്ഞിരുന്നു. ആ പ്രൊസീജിയറിന് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് സ്ക്രീനിങ് ആയിരുന്നു. സെക്കൻഡ് പറഞ്ഞ സ്റ്റെപ്പ് സ്കോപ്പിംഗ് ആയിരുന്നു. തേർഡ് പറഞ്ഞത് പ്രെഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ ആണ്. ഫോർത്ത് പറഞ്ഞത് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് പ്രൊസീജിയർ ആണ് ഓഡിറ്റ്, ഓഡിറ്റ് റിപ്പോർട്ട്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരുന്നു സ്ക്രീനിങ് എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സ്ക്രീനിങ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ പ്രൊസീജിയറിനകത്ത് സ്ക്രീനിങ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സ്ക്രീനിങ് എന്തായിരുന്നു? സ്ക്രീനിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എക്സാമിന് ചോദിക്കുന്നതാണ്. സ്ക്രീനിങ് എന്താണ്, സ്കോപ്പിംഗ് എന്താണെന്നൊക്കെ. അപ്പോൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ പ്രൊസീജിയറിനകത്ത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് സ്ക്രീനിങ് എന്താണെന്ന് പറഞ്ഞേ നിങ്ങൾ. സ്ക്രീനിങ്, anyone please respond. Respond please. ആർക്കും ഓർമ്മയില്ല? So screening ആണ് first step of environmental impact assessment procedure.
ഇപ്പോൾ സ്ക്രീനിങ്ങിലാണ് നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റിന് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണോ, അത് എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തണോ വേണ്ടയോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ ആ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തുവാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ നടത്തണമെന്ന് പറയുന്നതാണ് സ്ക്രീനിങ് പ്രൊസീജിയർ. ഈ നെക്സ്റ്റ് വൺ ആണ് സ്കോപ്പിംഗ്. സ്കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു സ്റ്റഡി. അപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ എന്താണ്, അതിനെപ്പറ്റി അത് ഫോക്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കോപ്പിംഗ് എന്ന് പറയുന്നത്. സ്ക്രീനിങ്ങും സ്കോപ്പിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് പ്രഡിക്ഷൻ മിറ്റിഗേഷൻ. പിന്നെ ഫോർത്ത് വൺ മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിങ്. ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എൻവയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എൻവയോൺമെന്റൽ ഓഡിറ്റ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആ ഓഡിറ്റില് a statement of environmental performance and environmental position and may also aim to define what needs to be done to sustain or improve on indicators. So performance and position. അപ്പോൾ എൻവയോൺമെന്റൽ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ആ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുണ്ടാകുന്ന എൻവയോൺമെന്റിന് വരുന്ന ഹസാർഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് എൻവയോൺമെന്റിന് കോസ് ചെയ്യും എന്നുള്ള ഡീറ്റെയിൽ റിപ്പോർട്ടാണ് എൻവയോൺമെന്റൽ ഓഡിറ്റ്സിനകത്ത് വരുന്നത്, ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് വരുന്നത്. So environmental auditing is mandatory in case stipulated by law. The main aim of audit is to facilitate management control of environmental practices and to enable a company to access compliance with its policies, including meeting regulatory requirement. So definition of an environmental audit. So environmental audit is a systematic, documented, periodic and objective review of a regulated entity to facilitate operation and practices related to meeting the environmental requirements. So ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്. സിസ്റ്റമാറ്റിക് അപ്രോച്ച് and objective review by regulated entity to facilitate operations and practices relating to meeting the environmental requirements. So definition of an environmental audit. സോ നമ്മൾ ഇന്ത്യയിൽ മാർച്ച് 1992 നമ്മൾ എൻവയോൺമെന്റൽ ഓഡിറ്റ് കമ്പൽസറി ആയിട്ട് കൊണ്ടുവരുന്നത്. ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ എൻവയോൺമെന്റൽ ഓഡിറ്റ് കമ്പൽസറി ആയിട്ട് വേണം. ഇന്ത്യ വാസ് ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു മേക്ക് എൻവയോൺമെന്റൽ ഓഡിറ്റ് കമ്പൽസറി. സോ അതിന്റെ ആവശ്യകത എന്തായിരുന്നു? ടു മിനിമൈസ് the consumption of resources and promoting use of a clean technologies in industrial production to minimize the generation of waste. അപ്പോൾ നമ്മളെ ഗ്ലോബൽ വാർമിംഗ് അത് കണക്ക് പൊല്യൂഷൻ ഒരുപാട് ഇൻക്രീസ് ചെയ്ത സമയത്താണ് നമ്മൾ എൻവയോൺമെന്റൽ ഓഡിറ്റ് കമ്പൽസറി ആയിട്ട് ഏതൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്താലും വേണമെന്നും പറഞ്ഞ് റൂള് കൊണ്ടുവരുന്നത് മാർച്ച് 1992. So March 13, 1992 made it mandatory for all industries to provide annual environmental audit reports of their operation, begin with 1990-1993. So the required industries to provide details of endaka details aanu avaru provide cheyendathu. The details of water, raw material, energy resources used and the products and waste generated by them. അപ്പോൾ ഒരു എൻവയോൺമെന്റൽ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് കമ്പനീസ് പ്രൊവൈഡ് ഡീറ്റെയിൽസ് ആണ്. ദ ഡീറ്റെയിൽസ് ഓഫ് വാട്ടർ, റോ മെറ്റീരിയൽസ്, എനർജി റിസോഴ്സസ് യൂസ്ഡ് ആൻഡ് ദ പ്രോഡക്ട്സ് ആൻഡ് വേസ്റ്റ് ജനറേറ്റഡ് ബൈ ദം. സോ ഇത് എല്ലാ വർഷവും 30th സെപ്റ്റംബറിന് സബ്മിറ്റ് ചെയ്യണമെന്നാണ് അന്നത്തെ റൂൾസ് പറയുന്നത്. എല്ലാ വർഷവും ഈ ഓഡിറ്റ് റിപ്പോർട്ട് സെപ്റ്റംബർ 30th മുന്നേ ഗവൺമെന്റിന് മുന്നിൽ സബ്മിറ്റ് ചെയ്യണം. ഈ ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഓഡിറ്റിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള ആൻസേഴ്സ് ഉണ്ടാണ്. വാട്ട് ആർ വി ഡൂയിങ്, ആ കമ്പനി എന്താണ് പെർഫോം ചെയ്യുന്നത്. ക്യാൻ വി ഡു ഇറ്റ് ബെറ്റർ, അപ്പോൾ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് നടത്താമോ. ക്യാൻ വി ഡു ഇറ്റ് മോർ ചീപ്ലി. അപ്പം ഇത്രയും കാര്യങ്ങൾക്കുള്ള ആൻസേഴ്സ് ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ആ കമ്പനീസ് ആൻസറബിൾ ആണ്. ഇനി വാട്ട് ആർ ദ കോമ്പണന്റ്സ് ഓഫ് ആൻ എൻവയോൺമെന്റൽ ഓഡിറ്റ്.
components of an environmental audit. First one, assessment. Assessment provides expert judgment or opinion on hazards or associated risk and management and control measures. So it provides an expert judgment for assessment of an environmental audit. In the first step, an assessment of the project. Expert judgment on hazards, associated risk and management and control measures. It also identifies knowledgeable hazards and estimates the significance of risk. The process assesses current practices and capabilities and provide the basis for recommendation to improve the organization's management system and environmental performance. The second is verification. Verification determines and documents performance by evaluating the applications of adherence to policies and procedures. It certifies the validity of data and report and evaluate the effectiveness of management system. It also ensures that regulations and policies are being adhered to and assist in identifying gaps in organization policies and standards. So, this is an environmental audit step-by-step procedure. First, audit planning. Second step, conducting the environmental audit. And third step, audit follow-up. അപ്പോൾ ഇത്രയും procedures ആണ് ഒരു environmental auditന് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് ഓഡിറ്റ് പ്ലാനിങ് അല്ലെങ്കിൽ പ്രീ ഓഡിറ്റ് ആക്ടിവിറ്റീസ്. ഒരു ഓഡിറ്റിങ്ങിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ആണ് പ്രീ ഓഡിറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ പ്രീ ഓഡിറ്റ് ആക്ടിവിറ്റീസിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഷെഡ്യൂളിംഗ്, ടീം സെലക്ഷൻ, ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെന്റ്, gathering background information and developing the audit plan. അപ്പോൾ ഓഡിറ്റിങ്ങിന് മുന്നേ നമ്മൾ ചെയ്യുന്ന വർക്ക്സിനെയാണ് നമ്മൾ പ്രീ ഓഡിറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പ്രീ ഓഡിറ്റ് ആക്ടിവിറ്റീസ്. സോ പ്രീ ഓഡിറ്റ് ആക്ടിവിറ്റീസിനകത്ത് എന്താണ്? ഷെഡ്യൂളിംഗ്, ടീം സെലക്ഷൻ, ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെന്റ്, ഗാദറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. ഈ സെലക്ഷൻ ഓഫ് എ ടീം ഫോർ എൻവയോൺമെന്റൽ ഓഡിറ്റ്സ്. അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഇപ്പോൾ എൻവയോൺമെന്റൽ ഓഡിറ്റിന് ഒരാളോ രണ്ടുപേരുമായിട്ടായിരിക്കില്ല പോകുന്നത്. എ ടീം ഓഫ് എക്സ്പേർട്സ് ആയിരിക്കും എൻവയോൺമെന്റൽ ഓഡിറ്റിന് പോകുന്നത്. അതാണ് സെലക്ഷൻ ഓഫ് ടീം ഫോർ എൻവയോൺമെന്റൽ ഓഡിറ്റ്സ്. So, അതാണ് പറയുന്നത് adequate knowledge in all aspects of environmental impact assessment. The basic step in technical audit process. ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? Comprehensive knowledge of environmental and climatic change issues. So the basic steps in basic step in typical audit process. The first step ആണ് comprehensive knowledge of environmental and climatic change issues. Second പറയുന്നതാണ് adequate knowledge of environmental auditing acquired through training followed by practical experience. അപ്പോൾ ഒരു ഓഡിറ്റിംഗ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ഓഡിറ്റിംഗ് പ്രോസസ്സിൽ പോകുന്ന ഒരാൾക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് കോംപ്രിഹെൻസീവ് നോളജ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് ഇഷ്യൂസ്. പിന്നെ സെക്കൻഡ് പറയുന്നതാണ് adequate knowledge of environmental auditing acquired through training followed by practical experience. തേർഡ് പറയുന്നതാണ് an independent and unbiased approach with aptitude for research. An independent and unbiased approach with aptitude for research. Fourth പറയുന്നതാണ് being an emerging and expanding field of audit, inclination to develop and apply new techniques and methodologies to assess the environmental related performance of the entity by drawing experience from elsewhere. Good human relations and communication skills. So ഒരു ടിപ്പിക്കൽ ഓഡിറ്റിങ്ങിന് പോകുന്ന ഒരാൾക്ക് വേണ്ട ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. എന്താണ്? കോംപ്രിഹെൻസീവ് നോളജ്, ഒരു എൻവയോൺമെന്റിനെ പറ്റിയുള്ള ഐഡിയ ഉണ്ടാകണം. എൻവയോൺമെന്റിനകത്ത് വരുന്ന ക്ലൈമാറ്റിക് ചേഞ്ചസിനെ പറ്റിയുള്ള ബേസിക് ഐഡിയാസ് ഉണ്ടാകണം. പിന്നെ അതാണ് ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു പേഴ്സൺ ആയിരിക്കണം. അങ്ങനെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഓഡിറ്റ് പ്രോസസ്സിനകത്ത് അപ്പോൾ പ്രീ ഓഡിറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓഡിറ്റ് പ്ലാനിങ്, പ്രീ ഓഡിറ്റ് ആക്ടിവിറ്റീസ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പോസ്റ്റ് ഓഡിറ്റ് ആക്ടിവിറ്റീസ്. So post audit activities. So post audit activities to ensure all results are clearly communicated. അപ്പോൾ നമ്മൾ എന്താണ് ഓഡിറ്റിങ്ങിന് പോയ ഒരു റിപ്പോർട്ട് ഉണ്ടാവും. ആ റിപ്പോർട്ട് എന്താണ്? It should be clearly communicated to the appropriate
level of management and to evaluate effectiveness of audit and provide suggestions for improving the future audit. It also includes preparation of a draft report, issue final report to legal counsel, and develop action plans and follow up. അപ്പോൾ ഒരു എന്താണ് ഓഡിറ്റ് ആക്ടിവിറ്റീസ്, പോസ്റ്റ് ഓഡിറ്റ് ആക്ടിവിറ്റീസിനകത്ത് നമ്മളൊരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ആ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് ലെവലിലേക്ക് കൊടുക്കുകയാണ്. മാനേജ്മെന്റ് ലെവലിലേക്ക് കൊടുത്ത് എന്തെങ്കിലും സജഷൻസോ ഇംപ്രൂവ്മെന്റ്സോ ഒക്കെ ചെയ്യണമെങ്കിൽ ആ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടായിരിക്കണം അവരത് ചെയ്യേണ്ടത്. So what are the types of environmental audits? Appo first one, compliance audit, environmental management audit, liability definition or due to diligence audit, supplier audit, program audits, single issue audits, risk definition or hazard identification, where international audits need to be carried out by central team. There can be a good reason for covering more than one area quite on-site and minimize cost. So what are the benefits of auditing? എന്താണ് auditing കൊണ്ടുണ്ടാകുന്ന advantages? So main advantage എന്ന് വെച്ചാൽ എന്താണ്, എന്തൊക്കെ environmental problems create ചെയ്യുമെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് basic advantage of auditing. So other than that, compliance with legislation, pressure from suppliers and customers, requirement from insures for capital projects or to demonstrate environmental activities to public. So benefits of auditing. About benefits of auditing, and the main benefits in the എന്തെങ്കിലും environmental hazards ഉണ്ടെങ്കിലോ environmental damages ഉണ്ടെങ്കിലോ അത് മെയിൻ ആയിട്ട് ഐഡന്റിഫൈ, അതാണ് ഫസ്റ്റ് എന്താണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇപ്പോൾ ലെജിസ്ലേഷൻ, ഇപ്പൊ എന്തെങ്കിലും റൂൾസ് വയലേറ്റ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ എന്തെങ്കിലും കമ്പനി എന്താണ് എന്തെങ്കിലും ഗവൺമെന്റ് റൂൾസ് വയലേറ്റ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഹസാർഡസ് കെമിക്കൽസോ അങ്ങനെ എന്തെങ്കിലും എന്താണ് യൂസ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ ബൈ ലോ അത് യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ, നിയർ ബൈ ഏരിയാസിനെ എന്താണ് ഒരുപാട് പൊല്യൂട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യും, ഓഡിറ്റിംഗ് വഴി അനലൈസ് ചെയ്യാൻ പറ്റും. So next one, enabling environmental problems and risks to be anticipated and responses planned to demonstrate that an organization is aware of its impact upon environment through providing feedback. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. To demonstrate that an organization is aware of its impact upon environment through providing the feedback. അപ്പോൾ എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് കൊണ്ട് ആ ഒരു കമ്പനിക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണ് എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്റ്റ് അവർ കോസ് ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ അവരെന്താണ് ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നു, അവർ സെയിൽ ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന് അവർക്ക് സ്റ്റഡി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി, എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയാം അവരുടെ മാനുഫാക്ചറിങ് കൊണ്ട് എന്തുമാത്രം ഹസാർഡ് കെമിക്കൽസ് ആണ്, അല്ലെങ്കിൽ എന്തുമാത്രം പൊല്യൂഷൻ ആണ് നിയർ ബൈ സറൗണ്ടിങ് ഏരിയാസിലും എൻവയോൺമെന്റിനെയും എന്തുമാത്രം ഹാം ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നത്. സോ തേർഡ് പോയിന്റ് പറയുന്നതാണ് ഇൻക്രീസ് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയി അവയർനെസ് ഓഫ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അപ്പോൾ അവർ എന്തുമാത്രം സീരിയസ് ആണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ഓഡിറ്റിംഗ് അത്യാവശ്യമാണ്. മോർ എഫിഷ്യന്റ് റിസോഴ്സ് യൂസ് ആൻഡ് ഫിനാൻഷ്യൽ സേവിങ്സ്, പ്രൊമോട്ട് ഗുഡ് പ്രാക്ടീസസ്, providing better private and public image and security to top management. So next, ISO 14000 and environmental management system. So ISO 14000 എന്ന് പറയുന്നത് international environmental standards ആണ്. അപ്പോൾ international environmental standards are intended to provide organization with elements of an effective environmental management system, which can be integrated to an effective environment management system, which can be integrated with other management requirements to assist organization to achieve environmental and financial goals. So നമുക്ക് ഒരു environmental related ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു കോഡ് ഓഫ് റെഫറൻസ് ആണ് ISO 14000. സോ ISO 14000 നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ പറയുന്നു, എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ്, environmental labeling, environmental performance evaluation, life cycle assessment and terms of definitions. Life cycle assessment. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിൽ നിന്ന് നമുക്കൊരു LED TV അവർ മാനുഫാക്ചർ ചെയ്തു.
അപ്പോൾ എന്താണ്, ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ്. ആ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് എന്തായാലും ഒരു ലൈഫ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 10 years ആണ് അതിന്റെ ലൈഫ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഒരു LED TV മാനുഫാക്ചറിങ് പ്ലാന്റ്, ആ മാനുഫാക്ചറിങ് പ്ലാന്റ് LED TV എന്ത് ചെയ്തു, മാനുഫാക്ചർ ചെയ്തു. നമുക്കറിയാം അതിന്റെ ലൈഫ് എത്രയാണ്, മാക്സിമം ഫോർ 10 years. ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പൊ 10 years കഴിയുമ്പം അതിനെന്താ സംഭവിക്കുക, അതൊരു സോളിഡ് വേസ്റ്റ് ആയിട്ട് മാറുവാണ്. ആ വേസ്റ്റ് എന്താ ചെയ്യുന്നത്, ആ വേസ്റ്റ് മിക്കപ്പോഴും എന്താണ്, നമ്മൾ ത്രോ അവേ ചെയ്യും. അത് എവിടെയെങ്കിലും വന്ന് ലാൻഡ് ഫിൽ ആയിട്ട് ഡെപ്പോസിറ്റ് ആയി കിടക്കും. പക്ഷെ അതിന് പകരം എന്ത് ചെയ്താൽ മതി, ആ മാനുഫാക്ചറിങ് പ്ലാന്റ് തന്നെ അതിനെ റീസൈക്കിൾ ചെയ്യാനായിട്ട് ആ കമ്പനി തന്നെ എന്താണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ LED TV തിരിച്ച് ആ കമ്പനി തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് റീസൈക്കിൾ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ടാവും. അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഓഫ് എ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. So ISO 14000 builds a single global management system that allows effective management of environmental responsibilities, liabilities, cost, commitment to government, and promotes concern for the society. So ISO 14000 does not only relate entirely to massive global companies. The standards state that it has been written to applicable to all types of size of organization and to accommodate diverse geographical, cultural, and social conditions. So ISO 14000 നമുക്ക് ഏത് ടൈപ്പ് കമ്പനീസിനും അതേ കണക്ക് തന്നെ ഏത് ലൊക്കേഷനുള്ള കമ്പനീസിലും, അപ്പൊ ഏത് കൺട്രീസിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന കമ്പനീസിനും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ISO 14000 നമ്മൾ എഴുതിയിരിക്കുന്നത്. ISO 14001 certification is an initiative to bring about uniformity in environmental compliance standard to reduce impediment to trade among countries. So ISO 14001 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ ISO സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നതാണ്, ഒരു എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ISO 14001 സ്റ്റാൻഡേർഡ്സ് നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം? അതൊരു ISO 14001 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണെന്ന് പറഞ്ഞു. ആ സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഏതൊക്കെ കമ്പനീസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഡക്ട്സിനാണ് നമുക്കത് കൊടുക്കാൻ പറ്റുക? The standard apply to all types and size of organization and the design to encompass diverse cultural and social conditions. For ISO 14001, except for committing to continual improvement and compliance with applicable legislation and regulation, the standard does not establish absolute requirement for environmental performance. So നമുക്ക് environmental standards ന്റെ കുറച്ച് റെഫറൻസസ് ആണ് ഈ പറയുന്നത്. ISO 14000 is a group of standards encompassing the following areas: environmental management system 14001, 14002, 14004, environmental auditing 14010, 14011, 14012, evaluation of environmental performance 14031, environmental labeling, life cycle assessments. അപ്പോൾ 14000 എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്, ഒരു പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഒരു കമ്പനീസിന് കൊടുക്കാൻ പറ്റുന്നതിന് ഒരുപാട് റെഫറൻസസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എൻവയോൺമെന്റൽ ഓഡിറ്റിങ്ങിനകത്തുള്ളത്. അപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ് ചെയ്യുന്നത്? മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു കമ്പനിക്ക് അവരുടെ പ്രസന്റ് സിറ്റുവേഷൻ അറിയാം, അവർ എന്തുമാത്രം പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പൊല്യൂഷൻ കമ്പനിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, ഒരുപാട് പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അത് ഓവർകം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം. അതേ കണക്ക് തന്നെ അവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റാൻഡർഡൈസ്ഡ് ആണോ, അവരുടെ പ്രോഡക്ട്സ് അവര് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് കൊണ്ട് എന്തൊക്കെ പൊല്യൂഷൻസ് കോസ് ചെയ്യുന്നു, അവരുടെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എൻവയോൺമെന്റൽ ഓഡിറ്റിംഗ് വഴിയാണ് മനസ്സിലാക്കാൻ പറ്റുക. സോ എൻവയോൺമെന്റൽ ഓഡിറ്റിങ്ങിന് നമുക്ക് നേരത്തെ പറഞ്ഞ എന്താണ് 2-3 സ്റ്റേജസ് ആണുള്ളത്. പ്രീ ഓഡിറ്റ് സ്റ്റേജ് ഉണ്ട്, പിന്നെ ഓഡിറ്റിങ്ങിന്റെ ആ ഒരു പ്രോസസ് ഉണ്ട്, പിന്നെ പോസ്റ്റ് ഓഡിറ്റിംഗ് ഉണ്ട്. സോ
ഓഡിറ്റ് പ്ലാനിങ്, അതാണ് പ്രീ ഓഡിറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രീ ഓഡിറ്റ് സ്റ്റേജ് പിന്നെ എന്താണ് കണ്ടക്ടിങ് ദ എൻവയോൺമെന്റ് ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിംഗ് പ്രോസസ്സിന് നമുക്ക് മൂന്ന് രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രീ ഓഡിറ്റ് ആക്ടിവിറ്റീസ്, ഓൺസൈഡ് ഓഡിറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് പോസ്റ്റ് ഓഡിറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ പ്രീ ഓഡിറ്റ് ആക്ടിവിറ്റീസിലാണ് ഡെവലപ്പ് ഓഡിറ്റ് പ്ലാൻ. ഓഡിറ്റിങ്ങിന് നമ്മൾ പ്ലാൻ ഡെവലപ്പ് ചെയ്യാണ്. സെക്കൻഡ് വൺ, സെൻഡ് ഔട്ട് പ്രിപ്പയർഡ് പ്രീ ഓഡിറ്റ് ആൻഡ് ക്വസ്റ്റനെയേഴ്സ്. സെൻഡ് ഔട്ട് പ്രിപ്പയർഡ് പ്രീ ഓഡിറ്റ് ആൻഡ് ക്വസ്റ്റനെയേഴ്സ്. തേർഡ് സ്റ്റെപ്പിൽ റിവ്യൂ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. ഫോർത്ത് സ്റ്റെപ്പിൽ റിവ്യൂ ഓപ്പറേഷണൽ ഇൻഫർമേഷൻ. Then conduct initial site visit, develop on-site questionnaire and audit protocols, review audit plans. പിന്നെയാണ് ഓൺസൈറ്റ്, അതാണ് ഓൺസൈറ്റ് ഓഡിറ്റിംഗിൽ പറയുന്നത്. ഈ ഓൺസൈറ്റ് ഓഡിറ്റ് ആക്ടിവിറ്റീസിലാണ് ഓപ്പണിംഗ് മീറ്റിംഗ്സ് ഉണ്ടാകും, ഡോക്യുമെന്റ് റിവ്യൂ, ഡീറ്റെയിൽ സൈറ്റ് ഇൻസ്പെക്ഷൻ, സ്റ്റാഫ് ഇന്റർവ്യൂ, റിവ്യൂ ഓഡിറ്റ് എവിഡൻസസ്, പിന്നെ ആ മീറ്റിംഗ് ക്ലോസ് ചെയ്യാണ്. തേർഡ് സ്റ്റെപ്പിൽ collecting information, prepare audit report, circulate draft audit report for comments and final reporting. ഇനി നമ്മൾ എന്താണ് അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഡിറ്റിന്റെ ഫോളോ അപ്സ് ആണ്. നമ്മൾ കൊടുത്ത സജഷൻസിന് അവര് കമ്പനി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് കുറെ സജഷൻസ് ഒക്കെ പറയുന്നുണ്ടാവും. ആ സജഷൻസ് ഒക്കെ കമ്പനി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും റെമഡിയൽ മെഷേഴ്സ് എടുക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഓഡിറ്റ് ഫോളോ അപ്പിൽ പറയുന്നത്. So develop action plan, implement action plan, checking and monitoring, review action plan. So ഇത്രയും സ്റ്റെപ്സ് ആണ് ഒരു എൻവയോൺമെന്റൽ ഓഡിറ്റിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.